കോഴിക്കോട് കോർപ്പറേഷനിലെ യു.ഡി.എഫിന്റെ നായകൻ, കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി, കെ.പി.സി.സി സെക്രട്ടറി PM നിയാസ്, അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. മത്സരം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആദ്യഘട്ടമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പ്രചാരണത്തിലേക്ക് തന്നെ നീങ്ങുന്നു. എങ്ങനെയാണ് യു.ഡി.എഫിന്റെ സാധ്യതകൾ കോഴിക്കോട് കോർപ്പറേഷൻ? കോഴിക്കോട് ജനങ്ങളേറെ UDF വരണമെന്ന് ആഗ്രഹിക്കുന്നത് LDFിന്റെ ഈ ദുർഭരണം അവസാനിപ്പിക്കണമെന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോഴിക്കോട് നഗരത്തിൽ പഠിച്ചു വരുന്ന മുഴുവൻ ആളുകളും ഒന്നുകിൽ പഠിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയോ മറ്റു നഗരങ്ങളെ ആശ്രയിക്കുന്ന അവസ്ഥയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള കോയമ്പത്തൂരും ബാംഗ്ലൂരും അതുപോലെ ചെന്നൈയിലുമൊക്കെ ആളുകൾ ജോലി തേടി പോകുന്ന സാഹചര്യമുണ്ട്. IT മേഖലയിലുള്ള ആളുകൾക്ക് വേണ്ടത്ര രീതിയിലുള്ള തൊഴിൽ സാധ്യതകൾ ഈ നഗരത്തിൽ കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അവരെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും അടുത്ത തലമുറയെ ലക്ഷ്യമിട്ടുകൊണ്ട് കോഴിക്കോട് നഗരം ഒരു വ്യവസായ നഗരത്തിനപ്പുറമായി ഈ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ IT മേഖലകളിലെ ഒക്കെ പ്രവർത്തിക്കുന്നവരെ പിടിച്ചു നിർത്തി ഈ നഗരം വികസിപ്പിക്കുക എന്നതാണ് UDF ഏറ്റവും ലക്ഷ്യം കാണുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തന പരിപാടികൾ ഞങ്ങൾ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ള ഈ നൂതനമായ ഒരു നഗര വികസനത്തിൻ്റെ പുതിയ മന്ത്രം രചിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. ജനങ്ങൾ അതും ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. UDFന് വലിയ ഒരു അടിയൊഴുക്കാണ് താഴെ നടന്നുകൊണ്ടിരിക്കുന്നത്. CPMലെ നേതാക്കന്മാർ മാത്രം തടിച്ചു കൊഴുത്ത് മുന്നോട്ട് പോവുകയും പാവപ്പെട്ടവർ വീണ്ടും വീണ്ടും പാവപ്പെട്ടവരായി മാറുന്ന അവസ്ഥയാണ്. ഞാൻ ഇന്നലെ പോയ എൻ്റെ ഈ വാർഡിൽ ഒരു ഷീറ്റിൽ മറച്ചു കിടക്കുന്ന 4-5 വീടുകൾ ഞാൻ ഇന്നലെ പോയി. എല്ലാ അതിദാരിദ്ര്യം മാറ്റിയെന്ന് പറയുന്ന കോഴിക്കോട് നഗരത്തിൽ നിങ്ങൾക്ക് ഇപ്പം അറിയാം, നമ്മുടെ ബൈപ്പാസിന്റെ തൊട്ടടുത്ത് അവിടെ കിടക്കുന്ന ആളുകൾ. അപ്പോൾ എല്ലാം ഇത് IT മേഖലകളിൽ ഉൾപ്പെടെ ഉണ്ടാക്കിയെന്ന് പറയുന്ന വികസനമെല്ലാം ഇത് പൊയ് വാക്കുകളും പൊയ് മുഖങ്ങളുമാണ്. യഥാർത്ഥ മുഖങ്ങൾ വേദനിപ്പിക്കുന്നതാണ്, വിഷമിക്കുന്നതാണ്. അവരുടെ പ്രയാസങ്ങൾ ദുരിതങ്ങൾ മാറ്റുവാൻ പറപ്പടിയിൽ നല്ല വികസന പ്രവർത്തനങ്ങൾ ഇനിയും ഒരുപാട് നടത്താറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇതിനു മുമ്പുള്ള ജനപ്രതിനിധികൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടർച്ചയും ഈ ഇവിടുത്തെ ജനങ്ങളുടെ സർവ്വതോമുഖമായ പുരോഗതിക്കും വികസനത്തിനും വേണ്ടി കോഴിക്കോട് നഗരം കേരളത്തിലെ ഏറ്റവും നല്ല ഒരു ഹബ്ബായി, തൊഴിൽ നടത്തുന്ന ആളുകളുടെ ഹബ്ബാക്കി മാറ്റിയെടുക്കാനും അവരുടെ പ്രയാസങ്ങൾക്ക് ദുരിതങ്ങൾക്കുമൊക്കെ അവസാനം കുറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ദൗത്യമാണ് UDF ഏറ്റെടുത്തിരിക്കുന്നത്. കോഴിക്കോടിനെ നയിക്കുക, UDFനെ നയിക്കുക താങ്കളാണെന്ന് പാർട്ടി നിലവിൽ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളും താങ്കൾ തന്നെയാണ്. അങ്ങനൊരു നിയോഗത്തെ ഈ ഒരു നിർണായക തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാൻ കിട്ടുന്ന ഈ അവസരത്തെ എങ്ങനെയാണ്? ഞാൻ അക്കാര്യത്തിലൊന്നും അത്ര വലിയ അമിത ആവേശമോ അമിത ആഹ്ലാദമോ എനിക്കില്ല. പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം എന്നുള്ള നിലയ്ക്ക് എനിക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ആഗ്രഹിക്കുകയുമില്ല. എൻ്റെ രീതിയും അതല്ല. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഒരിക്കലും വരില്ല എന്ന് എല്ലാ യോഗങ്ങളിലും കൃത്യമായി പറയുകയും നേതാക്കന്മാരോട് വളരെ വ്യക്തമായി അപേക്ഷിക്കുകയും ചെയ്ത ഒരാളാണ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോഴിക്കോട് നഗരത്തെ ലീഡ് ചെയ്യണമെങ്കിൽ ഒരു മുഖം വേണമെന്നതുകൊണ്ടാണ് ഞാനിതിന് തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് പാർട്ടി തീരുമാനിക്കുന്ന ഏത് ഉത്തരവാദിത്വം അത് പാർട്ടിക്ക് എന്നിൽ വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ എന്നെ ചുമതല ഏൽപ്പിക്കുന്നത്. ആ ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്വം മേയർ എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്, മുന്നണിയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ഏത് ഉത്തരവാദിത്വം വന്നാലും കോഴിക്കോട് നഗരവാസികൾക്ക് വേണ്ടി ഞാൻ അത് UDFന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒരു ടീം UDF ആണ് ഞങ്ങൾ മുന്നോട്ട് പോകും. ആ ടീം അതിശക്തമായി തന്നെ മുന്നോട്ട് പോകും. ജനതാല്പര്യമാണ് ഞങ്ങൾക്ക് പ്രധാനം. അഴിമതി തുടച്ചു നിൽക്കുക എന്നത് നമ്മുടെ പൊതു വിഷയമായി ഞങ്ങൾ കാണുകയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അഴിമതിരഹിതമായ ജനതാല്പര്യം അനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളുമായി കോഴിക്കോട് നഗരം മാറ്റിയെടുക്കും. മുഖച്ഛായ തന്നെ ഞങ്ങൾ മാറ്റും. കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും നല്ല കോർപ്പറേഷനായി ജനങ്ങൾക്ക് അഭിമാനമുണ്ടാക്കുന്ന ഒരു നേട്ടമുണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുള്ള പരിപാടികൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് താമസം വിന ഞങ്ങളത് ജനങ്ങൾക്ക് മുമ്പാകെ വയ്ക്കും. ഈ കോഴിക്കോട് കഴിഞ്ഞ അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി CPM തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോർപ്പറേഷനാണ്. അവർക്ക് തനിച്ച് പോലും ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. ഒരുപക്ഷെ കോഴിക്കോട് പിടിച്ചാൽ കേരളം പിടിക്കാം എന്ന രീതിയിലാണ് നിർണായകമായൊരു തെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്ക് അടക്കം വരാൻ പോകുന്നു. അതിൽ കോഴിക്കോട്ടെ വിജയം ഒരു നിർണായക ഘടകമാവില്ലേ? ഈ കോഴിക്കോട്ടെ ഇടതുകോട്ട പൊളിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതേ ജനങ്ങൾ തന്നെയാണ് പാർലമെന്റിൽ കഴിഞ്ഞ ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രം ഏതാണ്ട് 70,000 ഭൂരിപക്ഷം ഞങ്ങൾക്ക് തന്നത് പാർലമെന്റ് ഇലക്ഷനിൽ. അതേ ജനങ്ങൾ തന്നെയാണ് ഇവിടെ, മറ്റാരും ജനങ്ങൾ വരുന്നില്ല. സ്വാഭാവികമായും ജനങ്ങൾക്ക് മാറി ചിന്തിക്കാൻ കഴിയുന്ന നഗരമാണ് കോഴിക്കോട്. ഞങ്ങൾക്ക് പറ്റിയ കുറച്ച് പ്രയാസങ്ങളും വെല്ലുവിളികളും കൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്കത് ക്യാഷ് ചെയ്യാൻ പറ്റാതെ.
നിങ്ങൾക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് റിബൽ ശല്യവും അതുപോലെ മറ്റു പ്രയാസങ്ങളും ഒക്കെ ധാരാളം ഉണ്ടായി. ഇത്തവണ നിങ്ങൾക്കറിയാലോ വളരെ അപൂർവമായ ഒരു 1-2 സ്ഥലങ്ങളിൽ മാത്രമാണ് ചെറിയ വിഷയങ്ങളുള്ളത്. അതും നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം പറയാം, ഞങ്ങൾക്ക് പാർട്ടിയും മുന്നണിയും ഒക്കെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു. എന്തിനു വേണ്ടിയെന്നറിയുമോ? ഞങ്ങൾക്ക് ഭരണം കിട്ടാനല്ല. ഈ ദുർഭരണം ജനങ്ങൾ ഒഴിവാക്കണം അല്ലെങ്കിൽ ഇവരെ മാറ്റി നിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഈ ഭരണത്തെ എതിരായുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ജനങ്ങൾക്കൊപ്പം ഞങ്ങൾ നിൽക്കുകയാണ്. ഒരു കാര്യം, രാഷ്ട്രീയത്തിൽ ഒന്നും അസാധ്യമല്ല. അസാധ്യമല്ലാത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 35 കൊല്ലത്തോളം ഭരിച്ച കൽക്കട്ടയിൽ, ബംഗാളിൽ എന്തായിരുന്നു അവസ്ഥ? ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ത്രിപുരയിൽ എന്തായിരുന്നു അവസ്ഥ? ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ഏറ്റവും കൂടുതൽ തെലങ്കാനയിൽ എന്തായിരുന്നു അവസ്ഥ? ആരെങ്കിലും പ്രതീക്ഷിച്ചോ കോൺഗ്രസ് തിരിച്ചു വരുമെന്ന്? അതും അവിടെ തെലങ്കാന എന്ന് പറയുന്ന സംസ്ഥാനം ഉണ്ടാക്കിയതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്ന പാർട്ടിയാണ് നമ്മൾ തോൽപ്പിച്ചത്, അല്ലേ? അത്രയേറെ റൂട്ടായിട്ടുള്ള ജനബന്ധമുള്ള സ്ഥലങ്ങളിലാണ്. ജനങ്ങൾക്ക് പിന്തുണ നൽകിയാൽ അല്ലെങ്കിൽ ജനങ്ങൾക്കൊപ്പം ഞങ്ങൾ നിന്നാൽ അത് വിജയിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ്. നിങ്ങൾ ഒരു ആഴ്ച കൂടി കഴിഞ്ഞു നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ തന്നെ അത് പറയും. എന്തായാലും ത്രിപുരയെ പോലെ ബംഗാളിലെ പോലെ ഒരു മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് കോഴിക്കോട്ടേക്ക് എത്തും. ആ കൊടുങ്കാറ്റിൽ പിന്നീട് കേരളത്തിന്റെ ഭരണവും പിടിക്കാൻ കോൺഗ്രസിന് കഴിയും, അല്ലെങ്കിൽ UDF കഴിയും എന്ന പ്രതീക്ഷയാണ് PM നിയാസ് പങ്കുവയ്ക്കുന്നത്.